കേരള രാഷ്ട്രീയം ഒരു കാലത്ത് വളരെ ക്രിയേറ്റീവായിരുന്നു, വളരെ ബൗദ്ധികമായിട്ടാണ് നിന്നിരുന്നത്. അത്തരത്തിലുള്ള പ്രഗത്ഭന്മാരൊക്കെ തന്നെയാണ് പലപ്പോഴും ആശയപരമായിട്ടുള്ള സംഘർഷവും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ആ കേരള രാഷ്ട്രീയത്തിന് ഇന്ന് സർട്ടിഫിക്കറ്റോടുകൂടിയാണ് പുറത്തു വരുന്നത്. കെ മുരളീധരൻ അത് ശരിയാമെന്നും പറഞ്ഞു. അടൽ ചൊള്ളി ഫിലിമായിട്ട് മാറിയിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. അദ്ദേഹം പാലക്കാട്ടുള്ള BJPയുടെ നേതാവായിട്ടുള്ള C. കൃഷ്ണകുമാറിനെ കൂടി വലിച്ചടിച്ച് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു ദശാബ്ദം മുമ്പുള്ള ഹൈക്കോടതി ഫയൽ ക്ലോസ് ചെയ്ത ഒരു കേസ് എടുത്തിട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് പ്രതികാരം ചെയ്യാനുള്ള ശ്രമം. എന്താണ് ഈ സതീശനുമൊക്കെ പറ്റിയിരിക്കുന്നത്, VD സതീശനുമൊക്കെ പറ്റിയിരിക്കുന്നത്? നല്ല രാഷ്ട്രീയ ഭാവിയില്ല, നല്ലൊരു ഡിബേറ്ററായിട്ടുള്ള അദ്ദേഹമാണ്. ഞാൻ കാണാം, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കാളയെ വേണ്ടി വരും. ഒരാൾ കാണിച്ചു തരംതാണ രീതിയിലുള്ളൊരു സമര രീതി, അത് അണികൾ നടത്തുന്നതാണ്. ഇപ്പം നോക്കിക്കോളൂ, EMSനെ EM പൂശി EL പോലെ പറപ്പിക്കും, അതൊക്കെ ഇന്നത്തേക്ക് പറഞ്ഞു വിടും. ഇതൊക്കെ അതിന്റെ രണ്ടാം കിട മൂന്നാം കിട നേതാക്കന്മാർ പറയുന്ന ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചവരും ആരെയാണോ വിളിച്ചത് അവരും അത് ആസ്വദിച്ചു എന്നുള്ളതാണ് അതിന്റെ രസകരമായ കാര്യം. അതുപോലെ AK ഗോപാലൻ മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് വിളിച്ച മുദ്രാവാക്യം കാലം വന്ന് വിളിച്ചിട്ടും ഗോപാല നീ എന്തേ പോകാത്തത്. ഇത്തിരി ക്രൂരമായി പോയി, പക്ഷെ എന്നാലും ഇത്തരത്തിൽ താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ്. പന്തളവാസ ഗോവിന്ദ നിന്റെ അമ്മയുടെ കൂട്ട് ഞങ്ങൾക്ക്. ഇതൊന്നും പാർട്ടിയിലെ EMSോ അതുപോലുള്ള ആൾക്കാരോ പറയില്ല. CPIക്കെതിരെ CPM തൊടുത്തുവിട്ട ഒരു മുദ്രാവാക്യമാണ്. താഴേക്കിടയിലുള്ള അണികൾക്ക് അവരുടെ ആവേശം ചോരാതിരിക്കാൻ വേണ്ടി അവർ തന്നെ പടച്ചുണ്ടാക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. മുകൾ തട്ടിലെത്തുമ്പോൾ അച്യുതമേനോനെ കാണുമ്പോൾ കൈ കൊടുക്കും, ഹസ്തദാനം ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. EMS ഇരിക്കുമ്പോൾ അച്യുതമേനോൻ അങ്ങോട്ടും തിരിഞ്ഞിരിക്കത്തില്ല, EMS ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കത്തില്ല. അവർ തമ്മിൽ കൈ കൊടുക്കും, സംഭാഷണം നടത്തും. നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ആ തർക്കത്തെ ഒഴിച്ചു നിർത്തിയാൽ എന്തെല്ലാം മേഖലകളിൽ നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ടാവും. കരുണാകരൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും രാഷ്ട്രീയത്തിൽ ശാശ്വതമായിട്ട് അങ്ങനെ ഒന്നും ശത്രുവില്ല, ശാശ്വതമായ എതിരാളി മാത്രമേ ഉള്ളൂ, ശത്രു എന്നൊന്നില്ല. രണ്ടും കൂട്ടിയാൽ എപ്പോഴും 4 ആകണമെന്നില്ല എന്നും പറഞ്ഞത്. അപ്പം അങ്ങനൊരു രാഷ്ട്രീയത്തിൽ അങ്ങനൊരു രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു നാട്ടിൽ ഇവിടെ പപ്പു യാദവന്മാരല്ല ഭരിക്കുന്നത്. തരംതാണ രീതിയിലേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. ഇവിടെ ഏതോ ഒരു പെൺകുട്ടി ഫോണിൽ കൂടെ പറഞ്ഞ സംഭാഷണം അതെടുത്തിട്ടിട്ട് അത് ആ പെൺകുട്ടി പരാതിയും കൊടുത്തില്ല. ആ പെൺകുട്ടിക്ക് ചെയ്യാമായിരുന്ന മാന്യമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുണ്ട്, അതിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ പോയി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ നിയമപ്രകാരമുള്ള മൊഴി, രഹസ്യമൊഴിയോ എന്ത് കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊരു ഹർജി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടൊരു പെറ്റീഷൻ കൊടുക്കാം, ഹർജി തന്നെ കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ കൊണ്ട് കേരള രാഷ്ട്രീയത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കേരള രാഷ്ട്രീയത്തെ മലീഫലത്തിൽ, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ആ കുട്ടി ചെയ്തതെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ആ കുട്ടികൾ ചെയ്തതെന്ന് അറിയത്തില്ല, മലീമസമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ളതാണോ കേരള രാഷ്ട്രീയം? ആശയപരമായ തലത്തിലുള്ളൊരു സംഘർഷം ഉണ്ടാവേണ്ടതിന് പകരം ഇപ്പോൾ ആ വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമായിട്ടും കാളെ കൊണ്ടും കോഴിയെ കൊണ്ടുമുള്ള അംഗപ്പോരാക്കി മാറ്റുന്നത് നിലവാരം താണ രാഷ്ട്രീയമാണ്. മുരളീധരൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. മുരളീധരൻ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് തന്നെ BJPക്ക് വേണ്ടി വൗട്ട്സേപ്പ് ചെയ്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധിയെപ്പറ്റി സംസാരിച്ചത്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യും. ഇതിനിടയ്ക്ക് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? പല ജനകീയ വിഷയങ്ങളും വിട്ടുപോവുകയാണ്, അടിസ്ഥാന പ്രശ്നങ്ങൾ വിട്ടുപോകുന്നു. അതാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരൻ്റെ അവന്റെ ക്ഷേമ പെൻഷൻ, അവന് റേഷൻ കടയിൽ ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ, പിന്നെ പൊതുവിപണിയിലെ വിലക്കയറ്റം, ഇത് മുഴുവനും തമസ്കരിക്കപ്പെടുകയാണ്. ഓർക്കുന്നുണ്ടോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ചർച്ച ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്ത വിഷയം ഗാസ, ഇസ്രായേൽ വിഷയങ്ങളൊക്കെയാണ്. MAVV ഒക്കെ വന്ന് വലിയ സൈദ്ധാന്തികനായിട്ട് പ്രസ്താവന നടത്തിയിട്ട് പോയി. അവിടെ ജനകീയ പ്രശ്നം ഉന്നയിച്ച ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, അത് PV അൻവറ. അതായത് വന്യജീവി ശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിച്ച അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ അടിസ്ഥാന ഒരു ആര്യനാട്ട് തന്നെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഈ പാർട്ടിയിൽപ്പെട്ടവർ വേട്ടയാടിയതിനെ തുടർന്നാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ പ്രശ്നങ്ങൾ ആരാ ചർച്ച ചെയ്യുന്നത്? വയനാട്ടിൽ ഇതാ മണ്ണിടിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. ഈ കാലാവസ്ഥാ വ്യാകുലതകളെക്കുറിച്ച് ആരും ചിന്തിക്കാത്തത് എന്താണ്? ദുരന്തം വന്ന് മുട്ടി നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. ഇനിയുള്ള ദുരന്തത്തെക്കുറിച്ച്, ഈ വന്ന ദുരന്തത്തെക്കുറിച്ച് പോട്ടെ,
വിഴുപ്പലക്കൽ വേണ്ട പോലെ ഇനിയും ദുരന്തം വരാം. മഴ ശക്തിപ്പെടുകയാണ് വടക്കൻ ജില്ലകളിലെ, നമ്മുടെ തിരുവനന്തപുരത്തെ പോലല്ല. അവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും വരാം ആ മേഘസ്ഫോടനങ്ങളോ അതുപോലുള്ള ദുരന്തങ്ങളോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാവാം. കൂടത്തായി പണ്ടുണ്ടായതുപോലുള്ളത് ഇനിയും ഉണ്ടാവാം. പുല്ലുമേട്ടിൽ പണ്ടുണ്ടായതുപോലെ പിന്നെ ഉണ്ടാവാം. ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുന്ന ഒരു സന്ദർഭമാണ്. അതിന് വേണ്ട മുൻകരുതൽ എടുക്കാൻ സർക്കാരിനെ പ്രതിപക്ഷം നിർബന്ധിക്കേണ്ടതുമായ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയേ അവൻ്റെ പേരിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അഡൾട്ട് സൊള്ളി സിനിമകളെക്കാളും അവരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ പണ്ട് കൊച്ചു പുസ്തകങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ. ആ തരത്തിലേക്ക് കേരള രാഷ്ട്രീയം ഭരണഘടന അനുസരിച്ച് പോകേണ്ട, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയം ഇന്ന് കൊച്ചു പുസ്തകങ്ങളുടെ മാതൃകയിലേക്ക് മാറുന്നത് ഒരു തരം താഴലാണ്. അത് ദിവസങ്ങളോളം. ഇപ്പോൾ പോരാഞ്ഞിട്ട് നോക്കൂ വിജയനാഥെ, ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുക. ഇതിൻ്റെ ഉന്നം എന്താണെന്നറിയാമോ? ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയില്ല. ഇതിൻ്റെ ഉന്നം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്ത് പലതവണ ചോദ്യം ചെയ്തിട്ട് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരു 90 ദിവസം എടുക്കും. 90 ദിവസം എന്ന് പറയുമ്പോൾ ഒരു നല്ല പങ്ക് അതിൻ്റെ പോയി. പിന്നെ അത് സമർപ്പിച്ച് കോടതി അത് വിളിക്കാൻ, കോടതിക്ക് സമയമില്ല. കേസുകൾ കൂമ്പാരം പോലെ മല പോലെ കിടക്കുകയാണ് അവിടെ. അപ്പോൾ അതെടുത്ത് ചോദ്യം ചെയ്യൽ, അവസാനം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തേക്ക് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ CPM-ൻ്റെ വിജയം ഉറപ്പാക്കി. ഇങ്ങനൊരു മത്സരത്തിന് വേണ്ടി, ഇങ്ങനെ അവർക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് സതീശൻ സെൽഫ് ഗോൾ അടിക്കുന്നത്? മാന്യമായിട്ട് അവർക്കിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. അവരല്ല ഭരിക്കുന്നത്. 2 or 3 MLA-മാർ പോയാലും കുഴപ്പമില്ല. അവരുടെ ഭാഗത്ത് കുറ്റവാളികളായിട്ട് 3 MLA-മാരാണ് കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വന്നിട്ടുള്ള, ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടുള്ള, എന്തായാലും ശരി പെൺകേസുകൾ തന്നെയാണ്. ആയിക്കോട്ടെ, അവരങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവരുടെ 2 MLA-മാർ ഇപ്പോൾ വന്ന മാങ്കൂട്ടത്തിലും രാജിവെക്കാൻ പറഞ്ഞിട്ട് മുകേഷിനെതിരെ AK ശശീന്ദ്രനെതിരെ ഒരു പടപ്പുറപ്പാറ അവിടെ നടത്തിയാൽ അതിനൊരു ആദർശ ശുദ്ധിയുടെ പരിവേഷം ഉണ്ടാകും. കേസ് അല്ലാതെ ആദർശ ശുദ്ധി, രാഷ്ട്രീയ തലത്തിൽ പുലർത്തേണ്ട ആദർശ ശുദ്ധി, രാഷ്ട്രീയത്തിൻ്റെ നിലവാരം. അതിനു വേണ്ടിയിട്ട് ഇതിലെ പെൺകേസിൽപ്പെട്ട, സ്ത്രീ വിഷയത്തിൽപ്പെട്ട മന്ത്രിമാരും മറ്റും ഈ സഭയിൽ കാലെടുത്ത് കുത്തരുത്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത MLA-മാരെ നമ്മുടെ നിയമനിർമ്മാണ സഭയിലും കയറ്റിക്കൂടാ എന്നുള്ള ഒരു പുതിയ മുദ്രാവാക്യവുമായിട്ട് ശക്തി സമേതനായിട്ട് എന്തുകൊണ്ട് സതീശന് വന്നുകൂടാ? ഇപ്പോൾ ഇവിടെ ഒന്നും അവർ പാർട്ടിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കത്തില്ല എന്നുള്ളത് സതീശന് അറിയേണ്ട കാര്യം തന്നെയായിരുന്നു. അത് അവർക്കിപ്പോൾ വേണ്ടത്, CPM-ന് വേണ്ടത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോര തന്നെയാണ് വേണ്ടത്. ആ ചോര എന്ന് പറയുന്നത് സതീശത്തിൻ്റെ സഹോദര രക്തമാണ്. കാരണം ഈ മാങ്കൂട്ടത്തലിനെ താരോദയം പോലെ, മകര നക്ഷത്രം ഉദിച്ചുയരുന്ന പോലെ രാഷ്ട്രീയ നഭസിലേക്ക് റോക്കറ്റ് പോലെ വിക്ഷേപിച്ചത് സതീശൻ തന്നെയാണ്. അപ്പോൾ സതീശൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. പക്ഷേ ഇത് അടക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കാളയും കൊണ്ട് ഓരോ വീടിന് മുമ്പിലും ചെല്ലുകയല്ല വേണ്ടത്. നാണംകെട്ട പരിപാടിയാണത്. നിങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ലത്. ഇങ്ങനെ സതീശൻ പറയുക പോലും ചെയ്യരുതായിരുന്നു. കാളയുടെ പാട്ടിന് വിടുക, കാള പോലും നാണിച്ചു പോകും. അപ്പൊ ഇങ്ങനെ തരം താഴ്ന്നു എന്നുള്ള വിവരം മനസ്സിലാക്കാനായിട്ട് K. മുരളീധരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. K. മുരളീധരൻ വളരെ ജനകീയനാണ്. അദ്ദേഹം സമീപകാലത്തൊക്കെ ഏത് മണ്ഡലത്തിൽ നിന്നാലും അവിടെ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വട്ടിയൂർക്കാവിലും പിന്നീട് വടകരയിലും നമ്മൾ അതാണ് കണ്ടത്. മറ്റുള്ളിടത്തൊക്കെ തൃശ്ശൂരൊക്കെ അദ്ദേഹത്തിന് പാർട്ടി തന്നെ പാലം വലിച്ചതാണ്. ഇടപെട്ടുകൊണ്ട് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മൾ ഫോൺ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുത്തിരിക്കും. അങ്ങനെയുള്ള നമുക്ക് ആക്സസിബിലിറ്റി ഉള്ള രാഷ്ട്രീയക്കാരെയാണ് വേണ്ടത്. അല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി രഹസ്യമായിട്ട് പെൺകുട്ടികളോട് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും അങ്ങനെയുള്ള പൂവാലന്മാരെയും അല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയത്തിൽ വേണ്ടത് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിച്ചോട്ടെ, അതിന് പരിഹാരം കാണാനൊരു ശ്രമം ഉണ്ടാവണം. അത്തരം രാഷ്ട്രീയക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ പൂവാലന്മാരെയും ശൃംഖരിച്ച് നടക്കുന്നവരെയും അവരുടെ പാട്ടിന് പോട്ടെ, രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവരുടെ ഈ പറയുന്ന അലസിത വിലാസന്മാരായിട്ട് അവർ നടന്നുകൊള്ളട്ടെ, അത് വേറെ കാര്യം. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ നല്ല പ്രയാസമുള്ള ജോലിയാണ് ഇരിക്കണം. അത് ജനങ്ങളുടെ ഏത് പ്രശ്നത്തിലും സക്രിയമായിട്ട് ഇടപെടണം. അല്ലാതെ പെമ്പിള്ളാരുമായിട്ട് ഇങ്ങനെ ഫോണിൽ കൂടെ ചാറ്റ് നടത്തുന്ന ആളല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ളൊരു ബോധം. ചാറ്റ് നടത്തിക്കൂടാ, അത് സ്വകാര്യത. അത് സ്വകാര്യതയിലാകാം. അത് എല്ലാവരുമായിട്ട് വേണമെന്നല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫിയാൻസിയോ ആരെങ്കിലും ഒരു റിലേഷനോ ഉണ്ടാവാം. അത് ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് തീരും
എന്നുള്ളതും രാഷ്ട്രീയക്കാർക്ക് നല്ല ബോധ്യമുണ്ടാകും. ന്യൂജൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയം ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നീ രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ ഈ ശൃംഗാരമാകാം. ഏതാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയാവാതെ പോകുന്നുണ്ട്. ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളാണിത്. കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട്, അതുപോലെ തന്നെ ആശുപത്രിയിൽ നമ്മളിപ്പോൾ കേട്ട പ്രശ്നങ്ങൾ, ഇനി നമ്മൾ കേൾക്കാത്ത 100 കൂട്ടം പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, ഇപ്പോൾ തന്നെ ഈ അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കടം തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. അന്നേരം ഈ ശൃംഗാരത്തിൻ്റെ കാര്യം എ സർട്ടിഫിക്കറ്റ് വെച്ച സംഭാഷണങ്ങളുമായിട്ട് ആ ബ്ലൂ ഫിലിം പോലെ പോകേണ്ടതല്ല, കൊച്ചു പുസ്തകം പോലെ പോകേണ്ടതല്ല, ഭരണഘടന വലിയ പുസ്തകം പോലെ, ഭരണഘടന എന്ന വലിയ പുസ്തകത്തിനനുസരിച്ച് ഉള്ള പരിഹാരങ്ങളും ചർച്ചകളും നിലവാരമുള്ള ചർച്ചകളിലേക്കുമാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ തന്നെ അന്തിച്ചർച്ചയ്ക്ക് വരുന്ന ഈ വിഷയം മാത്രമേ ഉള്ളൂ. കുറേ നാളുകളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ബോക്സ് ഓഫീസ് ഹിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരാഴ്ചയായിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുക. ഏത് തിയേറ്ററുകളിലല്ല, അന്തി ചാനലുകളുടെ സ്റ്റുഡിയോകളിൽ. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയത്തിൻ്റെ നല്ല നിലവാരമുള്ള ചർച്ചകളിലേക്ക് നയിക്കുന്ന ഒരു സംസ്കാരം ഉയർന്നു വരുന്നതിനുണ്ട്. രാഷ്ട്രീയക്കാരിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും സാമാന്യമായിട്ട് ജനങ്ങളത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.